क्या बात है? इसको जानता है? മണികണ്ട ആരേ ഹരികൃഷ്ണൻ? ഡോർ നമ്പർ 9 കാമാട്ടിപ്പുര ബോംബെ. അവിടെ താമസം. ഡോർ നമ്പർ 9. ജി. എന്താ കാര്യം? നിന്റെ ഒക്കെ കൂട്ട് പല പോക്കൃതം കാണിച്ചാണ്. കളിക്കടോ വാച കളിക്കാതെ കാശ് മുഴുവൻ പോയിരിക്കുക. സ്വന്തമൊന്നും അല്ലല്ലോ, വല്ലവന്റെ ചിട്ടിക്കാശല്ലേ. പോട്ടെ. നിന്റെ കുടുംബസ്വത്വമൊന്നും അല്ലല്ലോ. ചീട്ടിട്. ദേവി, എനിക്കിതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. അവന്റെ പുതിയൊരു കണ്ടുപിടുത്തം. എല്ലാരും കാർഡ് എടുത്തോ. എനിക്ക് ക്ലവറുണ്ട്. നീ പോക്ക. എനിക്ക് സ്പേഡ് കൂടെ. ബൈഠോ ബൈഠോ ഹം സബ് ഹിന്ദുസ്ഥാനി. അണ്ണാ അണ്ണന്റെ കാർഡ് നോക്കണ്ണ. എന്റേത് ക്ലവർ കിങ്. അണ്ണാ രക്ഷപ്പെട്ട അണ്ണാ. അണ്ണ ഓരോ ദിവസം ഒരു കിങ് ആവും. എന്നിട്ട് വേണം ഞങ്ങൾ ഈ പ്രജകൾക്കൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ. നിന്റെ നോക്കട്ടെ നോക്കട്ടെ. ഇപ്പൊ എനിക്ക് കാലിൽ വിശ്വാസമായി. ഇതെങ്ങനെ കിട്ടി? ജോക്കർ. നൈറ്റ് ഡ്യൂട്ടിയാ. 9 മണിക്ക് മുമ്പ് കമ്പനി പഠിക്കാൻ എത്തില്ലെങ്കിൽ എനിക്ക് മടങ്ങി പോരേണ്ടി വരും. അത്താഴം വല്ല ആയോ എന്ന് പറഞ്ഞാൽ അടുപ്പി കിടക്കുന്ന വേവണ്ടേ? നാക്കിട്ടലക്കാതെ പോയി വല്ല ഉണ്ടാക്കട. സാധ്യമല്ല. രാവിലെ എണീച്ച ഇയാളങ്ങ് സർക്കിട്ട് പോകും. തിരിച്ചു വന്നാലോ ഒന്നീ വായന അല്ലെങ്കിൽ ഉറക്കം. നീ ഇവിടുത്തെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? അയ്യടാ, ഞാൻ നിന്റെ കുക്കൊന്നുമല്ല. ഡാടാ, നാട്ടിൽ നിന്നെല്ലാം കൂടെ തെണ്ടി തിരിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നത് വഴക്കിടാനൊന്നുമല്ല കേട്ടോ. സ്നേഹം ഉള്ളിടത്തല്ലേ പിണക്കമുള്ളൂ. അയ്യോ, ഈടായിട്ട് നിന്റെ സ്നേഹം വളരെ കൂടുന്നുണ്ട്. ഇനി വേറെ വേല കാണിക്കും. ഇനി വേലയൊന്നുമില്ല. ഹരിയേട്ടാ, ഹരിയേട്ടനെ അന്വേഷിച്ചൊരു പോലീസുകാരൻ വന്നിരിക്കുന്നു. പോലീസാ? ദേ, ഇന്നലെ ഞാൻ തന്ന കത്തിന് മറുപടി കിട്ടിയില്ല. ജോലിക്ക് ആപ്ലിക്കേഷൻ അയക്കാനുള്ള പേപ്പർ വാങ്ങിക്കാൻ കാശില്ല. അപ്പോഴാ അതിന്റെ മറുപടി. ഇവിടെ നിന്ന് കിടങ്ങാതെ പോയെ. കാലമടമാരെ ചുറ്റും ഇതുവല്ലം കേട്ടാൽ മതി. നല്ല പുകലായിരിക്കും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നാളെ ഞാൻ കോളേജിൻ്റെ ഇവിടെ വരാം. പോലീസ് എന്തിനാ വന്നത്? നാളെ കാലത്ത് സ്റ്റേഷനിൽ ചെല്ലാൻ. ഐഡന്റിറ്റി പരേഡ് ഉണ്ടെന്ന്. അത് കണ്ടതിപ്പോൾ കുഴപ്പമായി. രാധേ, ഇത് തുറന്നു നോക്ക്. നിന്റെ ചേട്ടനൊരു തല്ലിപ്പൊളിയില്ലെന്ന് അപ്പം മനസ്സിലാവും. അമ്മ ഇത് കണ്ടോ? മണിയേട്ടന്റെ വക. നീ ഇന്നലെ വീട്ടിൽ നിന്ന് പോയതല്ലേ? ഇതുവരെ എവിടെയായിരുന്നു? കള്ളം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ നാക്ക് ഞാൻ അടുത്ത് കളി. രാത്രി മുഴുവനും ആ സലീംബായുടെ ക്ലബിൽ നിന്ന് ചീട്ട് കളിക്കായിരുന്നു. ചീട്ട് കളിയോ? ഞാനോ? ഒരുമാതിരി അനാവശ്യം പറയരുത്. നീ ഇതിനകത്തോണ്ട് വെക്ക. ഇതിനകത്ത് എല്ലാം ഉണ്ട്. പൽപ്പടി, സോപ്പ്, ചീപ്പ്, ബ്രഷ്. അവന്റെ ഒരു പൽപ്പടിയും ചീപ്പ് സോപ്പ്. എവിടെയാ റേഡിയോ? മര്യാദയ്ക്ക് ആ റേഡിയോ കൊണ്ട് തന്നില്ലെങ്കിൽ ഞാൻ ഈ പടി ഏറ്റില്ല. ഏത് റേഡിയോ? എന്ത് റേഡിയോ? നമ്മുടെ ട്രാൻസിസ്റ്റർ ഇന്നലെ മുതൽ കാണാനില്ല. ട്രാൻസിസ്റ്റർ എവിടെ പോയി? ഇതിലേ കൂടെ നടന്നുപോയി. എന്നാ പിന്നെ അമ്മയ്ക്ക് ചോദിച്ചൂടായിരുന്നു എങ്ങോട്ടാണ് പോണെന്ന്? നീ അറിയാതെ എവിടെയും പോവില്ല. അല്ലാതെ മറ്റൊരു കള്ളൻ ഇതിനകത്ത് കേറാനും ഇല്ല. കള്ളന് മാത്രം വിളിക്കരുത്. കള്ളൻ കള്ളൻ കാട്ടു കള്ളൻ. എടാ, എന്ത് ചെയ്തടാ റേഡിയോ? ആർക്കൊണ്ടോ വിറ്റടാ? ചത്തുപോയ നിങ്ങളുടെ നായർക്ക്. ദോഷി ഇറങ്ങി പോടാ അവിടുന്ന്. മേലിന്റെ മുമ്പിൽ വന്നു പോരുത്. കുറച്ച് നാളായിട്ട് നിങ്ങളെ നാട്ടിൽ പുറത്താക്കാൻ ശ്രമിക്കുന്നു. ഇതുവരെ ഞാൻ ക്ഷമിച്ചു. ഇനി ഇവിടെ ഇറങ്ങി പോയ പിന്നെ ജന്മത്തിൽ ഇങ്ങോട്ട് വരുന്ന പ്രശ്നമില്ല. പുറത്തോണം. ചെലക്കാതെ ഇറങ്ങി പോടാ പട്ടി. നീ പോടി അവിടുന്ന്. ഇങ്ങനെ ഒരു ഏമ്പാക്കി എനിക്ക് മകനായിട്ട് ഇല്ലെന്ന് ഞാൻ വിചാരിക്കും. ഇങ്ങനെ ഒരു ഭദ്രകാളി തള്ള എനിക്കും വേണ്ട. ഇത് പബ്ലിക് റോഡാണ്. എന്റെ സൗകര്യം പോലെ പോ. जिन लोगों का पैसा बाकी है उसे पकड़ कर लेके आओ। सलाम साहब। मुझे तेरी बेटी नहीं बेटा चाहिए। वो कहाँ है? ആ മണികണ്ഠൻ ഇവിടെ ഉണ്ടോടാ? നിന്നെ ആരും അന്വേഷിക്കുന്നു. എന്തുവാടേ?
കള്ള പന്നി, നീ ഇവിടെ ഒളിച്ചിരിക്കണല്ലേ? ആ നീ അബ്ബാസ് അന്വേഷിക്കുന്നുണ്ട്. आपका 1 हफ्ते का बाकी 140 रुपया और आपका रामलाल 5 हफ्ते का बाकी 250 रुपया. ഒളിക്കാതെ എന്ത് ചെയ്യും? ആഴ്ചക്ക് നിങ്ങൾക്ക് തരാനുള്ള ഹഫ്ത 10 15 വെച്ച് കൂട്ടിയാ ഞങ്ങൾ എന്ത് ചെയ്യും? വെണ്ണ, പാല്, മട്ടൻ, ചിക്കൻ എല്ലാത്തിനും വില കൂടിയില്ലേ? പണ്ട് കിട്ടിയിരുന്ന കാശ് പോലെ ഇപ്പൊ ജീവിക്കാൻ. വെണ്ണയും മട്ടനും പാലും ചിക്കനും ഒക്കെ കഴിച്ച് നിങ്ങളുടെ അബ്ബാസ് കൊഴുത്ത് കയറുന്നുണ്ട്. ബാക്കിയുള്ളവരോട് പട്ടിണിയാ. കഞ്ഞി കുടിക്കാൻ പാടുപെട്ടുണ്ടാക്കുന്ന കാശ ഹഫ്ത എന്ന് പറഞ്ഞ് നിങ്ങൾ പെണ്ണെടുക്കുന്നത്. അത് അവിടെ പോയി പറഞ്ഞാൽ മതി. നടക്കണം. पैसा क्यों नहीं दिया? अगला हफ्ता दे दूंगा सब. अगर 2 दिन में पैसा नहीं आया तो तेरा टैक्सी बंद हो जाएगा. ഇവനാണ് ഞാൻ പറഞ്ഞ പോലീസ് സാക്ഷി. तुम मुदलियार साहब के घर पे 3 बजे आना. साहब तेरे से बात करना चाहते हैं. समझ गया? चलो. ഈ ആൾക്കാർ പറയുന്ന പോലെ മുതലിയാർ അത്ര വലിയ യോഗ്യനൊന്നുമല്ല. എന്റെ മുമ്പിൽ വെച്ചാ ആ പത്രപ്രവർത്തകനെ അവന്മാരെല്ലാം കൂടെ കുത്തിക്കൊന്നു. നീ പറയുന്ന കേട്ടാ തോന്നും ആദ്യമായിട്ടാ ഇവിടെ ഇതൊക്കെ നടക്കുന്നത്. എന്തിനാ ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊല്ലുന്നത്? അമർ ബാക്കിയാന്ന് നീ കേട്ടിട്ടുണ്ടോ? അയാളാണ് ഈ ബോംബെ നഗരത്തിന്റെ പകുതിയിൽ കൂടുതൽ ഭരിക്കുന്നത്. പോലീസല്ല, മന്ത്രിമാര് പോലും അങ്ങേരുടെ മുമ്പേ നിൽക്കില്ല. അയാൾക്ക് ആകെ പേടിയുള്ളത് നമ്മുടെ മുതലിയാരെ മാത്രമാണ്. പക്ഷെ പട്ടരെ കണ്ട അങ്ങനൊന്നും തോന്നൂല. കാണും പോലെ അല്ല ആള്. കഴിഞ്ഞ 8 വർഷമായി മുതലിയാരുടെ കയ്യിൽ നിന്ന് നമ്മുടെ തെരുവ് പിടിച്ചടക്കാൻ ശ്രമിക്കുക ബാക്കിയാ. അതിന്റെ പേരില ഈ വെട്ടും കുത്തും കൊലപാതകവും ഒക്കെ. പോലീസുകാരെന്താ ഇതൊക്കെ കണ്ട് കണ്ണടക്കുന്നത്? യവന്മാർ തമ്മിൽ തല്ലി ചാകുന്ന ആ പോലീസുകാർക്ക് ഇഷ്ടം. അതുകൊണ്ടല്ലേ അവരിതിൽ ഇടപെടാം. എന്ന് വെച്ച് ഒരുത്തനെ കൺമുമ്പിലിട്ട് കൊന്നിട്ട് കണ്ടില്ലെന്ന് എങ്ങനെ പറയുന്നത്? പറഞ്ഞോ, അടുത്ത വെടി നിന്റെ പിള്ളക്കായിരിക്കും. വേണ്ടാത്ത പുലിവാലെന്ന് നിൽക്കണ്ട കേട്ടോ. എന്ന് വെച്ചാൽ ഇതിനൊരു അവസാനം ഇല്ലെന്നാണോ? കുറച്ച് നാളത്തേക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നാ തോന്നുന്നത്. നാളെ ഒരു കോംപ്രമൈസ് നടക്കുന്നുണ്ടെന്ന് കേട്ടു. എന്ത് കോംപ്രമൈസ്? അതായത് സിറ്റിയുടെ ഏതൊക്കെ ഭാഗം ആരൊക്കെ ഭരിക്കണമെന്ന് അണ്ടർവേൾഡ് നായകന്മാർ തമ്മിൽ ഒരു തീരുമാനം എടുക്കാൻ പോവുക. देखो मुदलियार बाबा, देखो बाकी भैया, ये अपन लोग का फालतू का झगड़ा है. या तो हम लोग आपस में लड़कर मर रहे हैं या पुलिस पकड़ कर ले जाती है. इसलिए मैं तुम लोगों को आपस में मिलाने के लिए इधर बुलाया है. इससे अच्छा है हम आपस में सुलह कर लें. देखो बाबा, चर्च गेट, बैलाड पियर, डॉक्स, ये सब मेरे अंडर है. हाँ, अगर मुझे कमाटीपुरा मिल जाए तो मैं अण्णा को तकलीफ नहीं दूंगा. நீ என்ன சொன்னாலும் காமாட்டிபுரத்தை மட்டும் நான் விட்டு கொடுக்க மாட்டேன். அந்த இடத்துல இருக்கிற அவ்வளவு பேரும் என்னுடைய ஆட்கள். ए, तेरे को क्या लगता है उधर सब तेरे लोग रहते क्या? मेरे लोग नहीं रहते? இருக்காங்க. ஆனா உன்னோட சில ஆளுங்க அங்க சூதாட்டம் நடத்தி அங்க இருக்கிற ஜனங்களோட அமைதியை கெடுத்தாங்க. அதனால தான் நான் அவங்கள வெளியேற்றினேன். அவங்க மறுபடியும் அந்த ஏரியாவுக்குள்ள வந்தாங்க, கொலையே விழும். तुम डॉक्स में आके तो दिखाओ. पूरे शरीर के आओगे और बिना सर के जाओगे, समझा क्या? நீ காமாட்டிபுரத்துக்கு வந்து பாரு, உன் தலையும் போயிடும். बाबा देखो, तुम लोग यहाँ लड़ो मत. तुम लोग को यहाँ शांति से सुलह करने के लिए बुलाया है. देखो बाबा, कमाटीपुरा मुझे मिल गया तो ठीक है, वरना मत बोलना कि कामाटीपुरा छोड़ के हम लोग भी सुलह नहीं करेंगे. ये शान पट्टी बहुत हो गया. क्या नहीं तो देंगे किधर ही. ये साला बुड्ढे को मार के कमाटीपुरा लूंगा मैं. चल हट. अरे बाकी भैया चुप पड़ा. മനുഷ്യനെ വഴി നിൽക്കാൻ സമ്മതിക്കില്ലേ? മേത്തോടാണോ ഉരുണ്ട് വീഴുന്നത്? నేను మిమ్మల్ని చూడలేదు. ഇപ്പഴേ അవంത് വീഴുന്നത്? ఏం చెప్తున్నారు? മേരാ ഊപ്പർ ക്യോं गिरे? మీరే ఏం చెప్తున్నారు అర్థం కాలేదు. അയ്യോ, കന്നഡ അറിയാം? ഏക മേൽ ബിത്തേ. ഞാൻ ക്ഷമിച്ചండి. എഴി എഴി. അല്ലേ വേണ്ട, കുറച്ച് സമയം കൂടെ അവിടെ കേടാ. ഇത് ഊരി കളയണോ? ഓ, തൂപ്പായി പോയോ?
गाना सब बराबर चल रहा है, पैसा भी खूब कमा रही होगी। अब्बा साली को देने के वास्ते पैसा नहीं है साली। सब लोग बाहर जाओ। जाओ। हमारे को पैसे दिए बगैर यहाँ नाच गाना नहीं चल सकता। ஐயா அவர் இங்க தகராறு பண்ண வந்திருக்க. சரிங்க முதலியாரா, साहब அக்கிரமம் பண்ணி தான் ஹப்தா வசூல் பண்ணணுமா? மரியாதை வெளியே போடா. சரிங்க മുതലിയാരാ, പോകാൻ പറയുന്നു. എന്താ വേഗം ഇങ്ങ് പോന്നേ? ആ അബ്ബാസ് അവിടെ വന്ന് കുഴപ്പമുണ്ടാക്കി, എല്ലാവരെയും ഓടിച്ചു. അയാൾക്ക് തനിച്ച് കാണാനായിരിക്കും ആ പെണ്ണിന്റെ നാച്ച്. ആ പെണ്ണിനോട് ഒരു രാത്രി കഴിയാൻ 1000 രൂപയാന്ന് പറയുന്നല്ലോ, ശരിയാണോ? എന്താ നിനക്ക് ഒരു ദിവസം ഒന്ന്? ഏയ്, കൈ കാശില്ലാത്തവൻ ഇതൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അഥവാ ഇനി കാശുണ്ടായാൽ തന്നെ കള്ളു കുടിക്കാനും പെണ്ണ് കുടിക്കാനൊന്നും ഞാനില്ല. പിന്നെ ആ കാശ് വെച്ച് നീ എന്തോ ചെയ്യും? ഒന്ന് പോണം നാട്ടിലേക്ക്, ഞെളിഞ്ഞ് തറവാട്ടിലേക്ക് കയറി ചെല്ലണം. അവിടെ എനിക്കൊരു അമ്മാവനുണ്ട്, ഒരു കാണ്ടാമൃഗം. ആ കിളവൻ്റെ ചെവിക്കുറ്റി നോക്കി ഒരു അടിയും കൊടുത്ത് അന്തസ്സായിട്ട് എൻ്റെ അമ്മയും പെങ്ങളെയും വിളിച്ചോണ്ട് പോരണം. എന്നിട്ടൊരു വലിയ പന്തലിടണം, കരക്കാരെ മുഴുവൻ വിളിച്ച് ഒരു ഗംഭീര സദ്യയും കൊടുത്തിട്ട് വേണം എൻ്റെ പെങ്ങളെ കെട്ടിച്ചയക്കാൻ. വലിയ മോഹങ്ങളാണല്ലോടാ. അല്ല, കാശൊക്കെ ഉണ്ടായിക്കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് കിളവൻ ചത്തുപോകുന്ന എൻ്റെ പേടി. അപ്പൊ പിന്നെ അടി നടക്കൂല. ആ അതാണ്. നീ വിഷമിക്കണ്ട, ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തുമെന്നാണ്.